കിട്ടിയ ട്രെയിനും പിടിച്ച് ചങ്ങനാശ്ശേരി നിന്ന് കണ്ണൂർക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഷുട്ടുമണീനെ കാണാൻ വേണ്ടിയിട്ടാണോ? പൊന്നിൻ്റെ ഈ ചിരി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബൺമസ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചക്കനെ കൊതിപ്പിക്കുകയല്ല കേട്ടോ, കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എന്തായാലും ബൺമസ്കയുടെ ഒക്കെ ട്രെൻഡ് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ എടുത്ത വീഡിയോ അല്ലേ, നിങ്ങളെ കാണിച്ചേക്കാൻ ഓർത്തു. അവിടുത്തെ അമ്മ പേസ്ട്രി ഷെഫ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്കൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ബൺമസ്ക കഴിക്കുന്നതും അവിടെ നിന്നാണ്. പിന്നെ റെസിപ്പി നിങ്ങളോട് സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ഞാനല്ല കേട്ടോ, കുഞ്ചുവാണ് എനിക്ക് ഇതിൻ്റെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് അതെങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കറക്റ്റായിട്ട് വീഡിയോ എടുത്തുന്ന കുഞ്ചാണ് കേട്ടോ. എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കുക, കഴിക്കുക എന്നുള്ള ഒറ്റ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അധികം മധുരം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മധുരം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇറാനി ചായയും, അതൊരു പ്രത്യേക രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കുടിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിച്ചു. കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ടാവുമെന്ന്. പിന്നെ നമ്മുടെ മെയിൻ ടെസ്റ്റർ നമ്മുടെ ഷുട്ടുമണിയുടെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അവളായിരുന്നു ഏറ്റവും നന്നായിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവളെ നമ്മൾ തുറന്ന് കാണിച്ച് ടേസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കേട്ടോ. അവൾ കാണിക്കുന്ന ആ എക്സ്പ്രഷൻ അത് സത്യമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അധികം മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.